പ്രപഞ്ചത്തിലെ വസ്തുക്കൾക്കൊന്നും പിണ്ഡമില്ലെന്ന അവസ്ഥയാണെങ്കിൽ അലക്ഷ്യമായി അവ പറന്നു നടക്കും. സ്ഥിതി ചെയ്യുവാൻ സ്ഥലം ആവശ്യമുള്ളവയെയാണ് പദാർത്ഥം എന്ന് പറയുന്നത്. പദാർത്ഥത്തിന് തനതായി ഒരു പിണ്ഡമില്ലെങ്കിൽ അവ അതിൻ്റെ അടിസ്ഥാന കണങ്ങളായി തന്നെ പറന്നു നടക്കും. മൂലകങ്ങളും സംയുക്തങ്ങളും ജീവജാലങ്ങളും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. ഇവയുടെയൊക്കെ മനോഹരമായ സൃഷ്ടിക്ക് കാരണമായ ആ ശക്തിയെയാണ് നാം ദൈവമെന്ന് വിളിക്കുന്നത്. എല്ലാ വസ്തുക്കൾക്കും പിണ്ഡം നൽകി മനോഹരമായ ദൃശ്യപ്രപഞ്ചമുണ്ടാക്കിയ ബോസോണിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്നാൽ അതിന് ദൈവഗണമെന്ന പേര് എങ്ങനെ വന്നുവെന്നും അതിൻ്റെ അസ്തിത്വം പരീക്ഷണങ്ങളിലൂടെ എങ്ങനെയാണ് സ്ഥിരീകരിച്ചതെന്നും നമുക്ക് ഇനി നോക്കാം. ബോസോണിനെ കുറിച്ച് സൂചനകൾ നൽകിയത് സത്യേന്ദ്രനാഥ ബോസാണെങ്കിലും ആധികാരികമായി അതിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് പ്രസ്താവിച്ചത് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ പീറ്റർ ഹിഗ്സിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഗവേഷകരാണ്. 1992 ഹിഗ്സ് ബോസോണിനെ ആസ്പദമാക്കി ഡോക്ടർ ലിയോൺ ലഡർമാൻ എഴുതിയ പുസ്തകത്തിന് ഗോഡ് ഡാം പാർട്ടിക്കിൾ എന്നാണ് പേരിട്ടിരുന്നത്. ഹിഗ്സ് ബോസോൺ ഉണ്ടായിരുന്നതിന് യാതൊരു തെളിവും ഇല്ലാതിരുന്ന ആ കാലത്ത് പാർട്ടിക്കിൾ സ്റ്റാൻഡേർഡ് മോഡൽ വിവരിക്കാൻ അത് അനിവാര്യമായിരുന്നതിനാലാണ് നശിച്ച കണം എന്ന അർത്ഥത്തിൽ ഗോഡ് ഡാം പാർട്ടിക്കിൾ എന്ന് നാമകരണം ചെയ്തത്. അച്ചടി സമയത്ത് പത്രാധിപർ നൽകിയ പേരാണ് ഗോഡ് പാർട്ടിക്കിൾ. ഗോഡ് ഡാം പാർട്ടിക്കിൾ എന്ന യഥാർത്ഥ പേരിന് പകരം നൽകിയ ഈ പേര് കൂടുതൽ ജനശ്രദ്ധ പിടിച്ചുപറ്റി എന്ന് മാത്രം. ഇനി അത് എങ്ങനെ കണ്ടെത്തി എന്ന് നോക്കാം. മഹാവിസ്ഫോടനത്തിനു ശേഷം 10-12 സെക്കൻഡുകൾക്കുള്ളിൽ കണികകൾ ഹിഗ്സ് ഫീൽഡുമായി ഇടപഴകുകയും കണികകൾ പിണ്ഡം നേടുകയും ചെയ്തു. ഒരു പരീക്ഷണശാലയിൽ മഹാവിസ്ഫോടനം പുനഃസൃഷ്ടിച്ചാൽ മാത്രമേ ഹിഗ്സ് ബോസോണിനെ കണ്ടെത്താൻ കഴിയൂ. അതിനായി ഇന്ത്യ ഉൾപ്പെടെ 23 അംഗരാജ്യങ്ങളുടെ സഹകരണത്തോടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പരീക്ഷണശാല 1954 സ്ഥാപിച്ചു. ഫ്രാൻസിന്റെയും സ്വിറ്റ്സർലൻഡിന്റെയും അതിർത്തിയിൽ 27 കിലോമീറ്റർ നീളമുള്ളതും വൃത്താകൃതിയിലുള്ളതുമായ ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണശാല ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ സേനിന്റെ ആക്സിലേറ്റർ കോംപ്ലക്സിൽ 2008 സെപ്റ്റംബർ 10 അത് ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചത്. 2 പ്രോട്ടോൺ കണികളെ പരസ്പരം കൂട്ടിയിടിപ്പിച്ച് മഹാവിസ്ഫോടന മുഹൂർത്തത്തെ പുനഃസൃഷ്ടിക്കും. അപ്പോഴുണ്ടാകുന്ന കണികകളെക്കുറിച്ച് പഠിക്കുകയാണ് ലക്ഷ്യം. എതിർദിശകളിൽ ആക്സിലറേറ്റ് ചെയ്യുന്ന പ്രോട്ടോൺ ബീമുകളെ 4 വ്യത്യസ്ത ക്രോസിംഗ് പോയിന്റുകളിൽ കൂട്ടിയിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ക്രോസിംഗ് പോയിന്റുകൾക്കു ചുറ്റും വ്യത്യസ്ത പ്രതിഭാസങ്ങളെ കണ്ടുപിടിക്കുവാൻ രൂപകൽപ്പന ചെയ്ത ഡിറ്റക്ടറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. 2012 126 ജിഗാവ് ഇലക്ട്രോൺ വോൾട്ട് പിണ്ഡമുള്ള ഹിഗ്സ് ബോസോണിന്റെ സവിശേഷതയോടു കൂടിയ കണങ്ങളെ കണ്ടെത്തിയതായി LHCയിലെ ശാസ്ത്രജ്ഞർ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് പീറ്റർ ഹിഗ്സിനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും നോബൽ സമ്മാനം ലഭിച്ചത്. മനുഷ്യന്റെ അറിവിനെത്തിപ്പിടിക്കാൻ കഴിയാത്ത ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി പോലുള്ള ശാസ്ത്ര സത്യങ്ങളെ കണ്ടെത്തുക എന്നതാണ് ലാർജ് ഹൈഡ്രോൺ കൊളൈഡറിന്റെ അടുത്ത ലക്ഷ്യം.